മുരുക ഭഗവാന്റെ പേരിൽ ഒരു രാജ്യം വരുന്നു, അങ്ങനെ കേൾക്കുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? രാജ്യം വരുന്നു എന്നുള്ളതല്ല, രാജ്യം വേണമെന്ന് മുരുക വിശ്വാസികളായ ആളുകൾ ആവശ്യപ്പെടുന്നു. പെട്ടെന്ന് നമ്മൾ ഓർക്കുമ്പോൾ അത് ഇന്ത്യയിലായിരിക്കും. ഇന്ത്യയിലാണല്ലോ മുരുക വിശ്വാസികളുള്ളത്. അങ്ങനെയല്ല. പണ്ട് ഭഗവാൻ മുരുകൻ്റെ ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടന്നിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കിയറിയാം, മലേഷ്യയിലും സിംഗപ്പൂരിലും ഒക്കെ മുരുകനിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുപോലെ ഇതങ്ങനെയല്ല. ഇതിപ്പം ഇറാഖ്, സിറിയ, തുർക്കി പ്രദേശങ്ങളിൽ നിന്നാണ് ഈ വാർത്ത. അവിടെ ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനവിഭാഗമുണ്ട്, യസീദികൾ. യസീദികളെ 2014 IS ഭീകരന്മാർ വേട്ടയാടാൻ തുടങ്ങി. കാരണം അവരോട് പറഞ്ഞത്, അവർ നമ്മുടെ മുരുകൻ മയിൽവാഹനാണല്ലോ, അതെ, മയിൽവാഹനായ ഒരു ദേവതയെ അവർ ആരാധിക്കുന്നു. മൈലാക് താവൂസ് എന്നാണ് അവരതിനെ വിളിക്കുന്നത്, മൈലാക് താവൂസ്. അത് മുരുകൻ തന്നെയാണെന്ന് ഇപ്പോൾ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പാരമ്പര്യം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, ഭഗവാൻ മുരുകനുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മിർജ ഇസ്മയിൽ എന്ന യസീദികളുടെ നേതാവ് ഒരു പബ്ലിക് മീറ്റിംഗ് നടത്തി. അവരാവശ്യപ്പെട്ടു, ഞങ്ങൾ ഇന്ത്യയുടെ കൾച്ചറുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ട്, ഞങ്ങൾ മുരുകനെ ആരാധിക്കുന്നവരാണ്. അത് പറയാൻ കാരണം, അവിടെ സമീപകാലത്ത് നമ്മുടെ ശ്രീ രവിശങ്കർ ഇവരിപ്പോൾ താമസിക്കുന്ന സിൻജാർ മലനിരകളിലാണ്. ഇറാഖിൻ്റെയും സിറിയയുടെയും തുർക്കിയുടെയൊക്കെ അതിർത്തിയിലുള്ള സിൻജാർ മലനിരകളിലാണ് ഇപ്പോൾ യസീദികൾ താമസിക്കുന്നത്. ഏതാണ്ട് 5 ലക്ഷത്തോളം യസീദികൾ ലോകത്തുണ്ടെന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ, ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ഇപ്പോൾ ഇറാഖിലുണ്ട്, ജർമ്മനിയിലുണ്ട്, സിറിയയിലുണ്ട്, തുർക്കിയിലുണ്ട്, റഷ്യ, അർമേനിയ, ജോർജിയ, സ്വീഡൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ജൂതന്മാരെ പോലെ തന്നെ ആട്ടിപ്പായിക്കപ്പെട്ട ഒരു ജനതയാണ് യസീദികൾ. ആരാണ് ആട്ടിപ്പായിച്ചതെന്ന് ചോദിച്ചാൽ, ജൂതന്മാരെ വേട്ടയാടുന്ന പോലെ തന്നെ ഇസ്ലാമിക ശക്തികളാണ് ഇവരെ വേട്ടയാടുന്നത്, IS. അപ്പോൾ മിർജ ഇസ്മയിൽ രവിശങ്കർ അവിടെ വന്നു. ശ്രീ രവിശങ്കറിനെ അവിടെ കൊണ്ട് കാണിച്ചു. അവിടെ ഒരു പ്രശസ്തമായ ഒരു ടെമ്പിളുണ്ട്, ലാലിഷ് ടെമ്പിൾ. ലാലിഷ് ടെമ്പിളിൽ ഈ പറയുന്ന മൈലക് താവൂസ് എന്ന് പറയുന്ന അവരുടെ ഭാഷയിൽ വിളിക്കുന്ന മുരുകനെ പോലെ ചിത്രം കാണിക്കാൻ നമുക്ക് പ്രേക്ഷകരെ. മുരുകൻ്റെ പുറത്ത് സഞ്ചരിക്കുന്ന ഒരു ദേവത. നമ്മുടെ നാട്ടിൽ മുരുകൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നത് മുരുകനാണ്. അവിടെ ചെന്നു ശ്രീ രവിശങ്കർ ഈ ലാലിഷ് ടെമ്പിളിൽ ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അവിടെ ഒരു സ്ത്രീയുടെ ചിത്രം വരച്ചു വച്ചിരിക്കുന്നു. ലാലിഷ് ടെമ്പിൾ, ഇറാഖിൻ്റെയും സിറിയയുടെയും തുർക്കിയുടെയും അതിർത്തിയിലുള്ള ലാലിഷ് ടെമ്പിളിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച, അവിടെ ഒരു ചിത്രം, സ്ത്രീ, സാരി ധരിച്ചൊരു സ്ത്രീ, നിലവിളക്ക് നിൽക്കുന്നു. ഇതൊക്കെ ഇന്ത്യയിലെത്തിയതാണോ എന്ന് തോന്നും. അവിടെയാണ് ഈ മുരുകന് സമാനമായ മയിൽവാഹനായ ഈശ്വരൻ്റെ വിഗ്രഹവും പ്രാർത്ഥനാ സ്ഥലവും ഉള്ളത്. അത് രവിശങ്കർ കണ്ടു. അവിടെ ഈ ജനങ്ങൾ അവർ മുസ്ലിമുകളായിട്ടാണ് അറിയപ്പെടുന്നത്. മുസ്ലിമുകൾ അംഗീകരിക്കുന്നില്ല. അപ്പം മുസ്ലിമുകൾ തന്നെ ഷിയയെ അംഗീകരിക്കുന്നില്ല, സുന്നികൾ ഷിയ അംഗീകരിക്കുന്നില്ല, അവർ രണ്ടു കൂട്ടരും അഹമ്മദിയെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ യസീദികളെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ വിഗ്രഹാരാധനയുണ്ട്. കാരണം മുരുകൻ്റെ പുറത്ത് സഞ്ചരിക്കുന്ന ഒരു ദേവതയാണ്, അവരുടെ ആരാധനാമൂർത്തി എന്നതുകൊണ്ട് ഇവർ സാത്താനെ ആരാധിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇവരെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി 2014 മുതൽ യസീദികളുടെ കഥ പറയുമ്പോൾ, യസീദികൾ നടത്തേണ്ട പീഡനം എന്ന് പറഞ്ഞാൽ ഇവർ താമസിക്കുന്ന പ്രദേശത്തേക്ക് വലിയ തോതിൽ മിലിറ്ററി വാഹനങ്ങളിൽ ഈ IS ഭീകരർ വന്നു. ശരിക്കും യസീദികൾ സദ്ദാം ഹുസൈൻ്റെ കാലത്ത് നന്നായിട്ട് ജീവിച്ചിരുന്നവരാണ്. അവരെ സദ്ദാം ഉപദ്രവിച്ചിരുന്നില്ല. അവർക്ക് ഒരു സംസ്കാരം എന്ന നിലയിൽ വേറിട്ടൊരു ജനതയായിട്ട് അവരവിടെ ജീവിച്ചു പോന്നിരുന്നു. പക്ഷെ പിന്നീട് ഇറാഖ് ഭരണമാറ്റമുണ്ടായി. സദ്ദാമിനെ കൊന്നതിന് ശേഷം IS തീവ്രവാദികളുടെ കയ്യിലേക്കാണ് ഇറാഖ് പോയത്. അതിനുശേഷം വലിയ തോതിൽ യസീദികളെ വേട്ടയാടൽ ആരംഭിച്ചു. ലക്ഷക്കണക്കിന് യസീദികൾ ഓടിപ്പോയി കൊല്ലപ്പെട്ടു. കുഞ്ഞുങ്ങളെയും പ്രായം ചെന്നവരെയൊക്കെ കൊന്നു കുഴിച്ചുമൂടി വലിയ കൂട്ടക്കുഴിമാടങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. സ്ത്രീകളെ മുഴുവൻ, പെൺകുട്ടികളെ മുഴുവൻ ലൈംഗിക അടിമകളായി പിടിച്ചുകൊണ്ടുപോയ ഒരു വനിതയുടെ പേരുണ്ട് നാദിയ മുറാദ്. അവിടെ നിന്ന് ഒടുവിൽ രക്ഷപ്പെട്ട് ISനെ തകർത്തല്ലോ. ISനെ അമേരിക്ക തകർത്തതിന് ശേഷം നാദിയ മുറാദ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ മുന്നിൽ വന്ന് തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ ലോകം ഞെട്ടിപ്പോയി. എത്ര ഭീകരമായിട്ടാണ് ഇവർ പെരുമാറിയത്, സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കിയത്, കച്ചവടച്ചർക്കായി വിറ്റത് എന്നൊക്കെ നാദിയ മുറാദ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ദ ലാസ്റ്റ് ഗേൾ എന്ന് പറയുന്ന പുസ്തകം, അവസാനത്തെ പെൺകുട്ടി, ലാസ്റ്റ് ഗേൾ, ആ പുസ്തകം ലോകപ്രസിദ്ധമാണ് നാദിയ മുറാദിൻ്റെ. പിന്നെ ഈ ISൻ്റെ തടവിൽ നിന്ന് രക്ഷപ്പെട്ട ഫൗസിയ അമീൻ എന്നൊരു സ്ത്രീയുടെ വെളിപ്പെടുത്തലുണ്ട്. ബ്രിട്ടീഷ് ടെലിവിഷനുമായി നടത്തിയ അഭിമുഖത്തിൽ അവർ പറഞ്ഞു, ഞങ്ങളവിടെ തടവിലാണ്, ഞങ്ങൾ ലൈംഗിക അടിമകളാണ്. എന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ അവർ എന്തോ ഒരു മാംസാഹാരം കൊടുത്തു. അവരത് കഴിച്ചപ്പോൾ വല്ലാത്ത അരുചി തോന്നി. ചിലർ ഛർദ്ദിച്ചു. എന്താണെന്ന് മനസ്സിലാവുന്നില്ല, വല്ലാത്ത രുചിയുള്ള മാംസം.
അത് കഴിഞ്ഞിട്ട് ഭക്ഷണമെല്ലാം കഴിച്ച് ചിലർ അവശരായി, ഫുഡ് പോയിസൺ എടുത്ത പോലെയായി. അത് കഴിഞ്ഞപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കഴിച്ചത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മൃതദേഹം കറി വെച്ചതാണ്. എന്നിട്ട് ഇവർക്ക് തലയറുത്ത കുഞ്ഞുങ്ങളുടെ ചിത്രം കാണിച്ചു കൊടുത്തു. ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ കൈ കണ്ട് തിരിച്ചറിഞ്ഞു, എൻ്റെ കുഞ്ഞാണിത്. ആ കുഞ്ഞുങ്ങളെ കൊന്ന് കറി വെച്ച് അവരുടെ അമ്മമാരെ തീറ്റിച്ചു. ക്രൂരതയുടെ പര്യായമാണ് IS ഭീകരർ. അങ്ങനെ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ട് അവസാനം ഇവർ ഓടി സിൻജോർ മലനിരകളിൽ പോയി ടെൻറ്റുകളിലൊക്കെയാണ് ഇവർ ജീവിച്ചത്. പിന്നെ കുറേയേറെ ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ ജർമ്മനിയിലും സിറിയയിലും തുർക്കിയിലും അർമേനിയയിലും റഷ്യയിലും സ്വീഡനിലും ഒക്കെയുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾ വേറൊരു സംസ്കാരം, ഞങ്ങൾ മുസ്ലിംസ് അല്ല, ഞങ്ങൾ മുസ്ലിം അല്ലാത്തതുകൊണ്ട് ശുദ്ധീകരണം എന്ന് പറഞ്ഞിട്ട് അവിശ്വാസികളാണ്, നിങ്ങൾ വിഗ്രഹാരാധന നടത്തുന്നു, നിങ്ങൾ മുരുകനെ ആരാധിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾ സാത്താനെ ആരാധിക്കുന്നവരാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊന്നൊടുക്കുകയാണ്. ഞങ്ങളിപ്പോൾ ലോകത്തിലൊരു ചെറിയ സമൂഹമാണ്, ഈ ജൂതന്മാരെക്കാളും ചെറുതാണ് ഞങ്ങൾ. പക്ഷേ ജൂതന്മാർക്ക് തുല്യമായി ഞങ്ങളും വേട്ടയാടപ്പെടുകയാണ്. ഞങ്ങളെ ഗ്യാസ് ചേമ്പറുകളിൽ കയറ്റി ആരും കൊന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ പെണ്ണുങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ എന്ത് ചെയ്യാൻ മതി, കുഞ്ഞുങ്ങളെയൊക്കെ ജീവനോടെ കുഴിച്ചു കൂടുകയാണ്. ആലോചിച്ച് നോക്കി, അത്ര വലിയ സിൻജാർ മേഖലയിൽ വലിയ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നാദിയ മുറാദ് പറയുന്നുണ്ട്, കൊച്ചോ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നാദിയ മുറാദ് താമസിച്ചിരുന്നത്. ഒരു ദിവസം പെട്ടെന്ന് പൊടി പറത്തിക്കൊണ്ട് ഒരുപാട് വാഹനങ്ങൾ വന്നു. IS വരികയാണെന്ന് മനസ്സിലാക്കി ആണുങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാം കൊന്നു. സ്ത്രീകളെ മുഴുവൻ, പെൺകുട്ടികളായ രൂപമുള്ള മുഴുവൻ പേരെയും പിടിച്ചുകൊണ്ടുപോയി. ഇപ്പോഴും ഏതാണ്ട് 10,000-ഓളം ആളുകൾ എവിടെയാണെന്നറിയില്ല. ആളുകൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ, സ്ത്രീകൾ എവിടെയാണെന്നറിയില്ല. സ്ത്രീകളെ കൊണ്ടുപോവാണ്. ഇതാണ് ഈ ഇസ്ലാം ഭീകരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവശേഷിച്ച് ഞങ്ങൾ ഇനി കുറച്ചേ ഉള്ളൂ. ലോകത്ത് എല്ലായിടത്തും കൂടിപ്പോയാൽ ഒരു 5 ലക്ഷം പേർ ഞങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ തനത് സംസ്കാരത്തിൻ്റെ ഭാഗമായി തനത് ജീവിത രീതി കൊണ്ടുപോകണം, ഞങ്ങൾ മുരുകനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് ഈ മിർജ ഇസ്മയിൽ പ്രസംഗിക്കുന്ന ഒരു യോഗത്തിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്. നമസ്കാർ പറഞ്ഞിട്ടാണ് പ്രസംഗിക്കുന്നത്. ഹാജി ഇസ്മയിൽ എന്ന് പറയുന്ന ഇവരുടെ ആചാര്യൻ ഉണ്ട്. അദ്ദേഹം വാഷിങ്ടൺ DC പോയപ്പോൾ അവിടുത്തെ മുരുകക്ഷേത്രത്തിൽ പോയി പൂജ നടത്തുന്ന ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ യസീദികൾ അവരുടെ സത്വം തിരിച്ചറിഞ്ഞിട്ട്, അവരുടെ പൈതൃകം തിരിച്ചറിഞ്ഞിട്ട്, ഭാരതീയതയാണ് ഞങ്ങളുടെ സംസ്കാരം എന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്കിനി ജീവിക്കണം, ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ, ഞങ്ങൾ ലോകത്ത് ആരോടും മല്ലടിക്കാൻ വരുന്നില്ല, ഞങ്ങൾ മുരുകനെ ആരാധിക്കുന്ന മയിൽവാഹനായ ഭഗവാനെ ആരാധിക്കുന്നവരാണ്. ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ നമ്മൾ LMRKയുടെ ഒരു വീഡിയോകൾ ചെയ്തില്ലേ രജിത് കുമാറുമായിട്ടുള്ള വീഡിയോയുടെ നമ്മുടെ ആദ്യത്തെ വീഡിയോകളിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, യസീദികളുടെ കാര്യം പറഞ്ഞിരുന്നു. യസീദികൾ മുരുക ഭഗവാനെ ആരാധിക്കുന്നവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ അവർക്കൊരു രാജ്യമുണ്ടാവും. ഇത് അദ്ദേഹത്തിന് ഭഗവാന്റെ മെസ്സേജുകൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഭഗവാന്റെ മെസ്സേജുകൾ കിട്ടുന്നതനുസരിച്ചിട്ടാണ് രജിത് കുമാർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഭഗവാന്റെ പേരിൽ ഒരു രാജ്യമുണ്ടാകും എന്ന് രജിത് കുമാർ നമ്മുടെ ഫ്ലോറിൽ പറഞ്ഞു, യസീദികൾക്കൊരു രാജ്യം. ഇപ്പോൾ അതിലേക്ക് വന്നിരിക്കുക. ശരിക്കും LMRK രജിത് കുമാർ പറഞ്ഞത് ഇപ്പോൾ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ശരിയായി. ഡീപ് സ്റ്റേറ്റിൻ്റെ തകർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. മുരുകയുഗം 2014 ആരംഭിച്ചിരിക്കുന്നു. 2014 മുരുകയുഗം ആരംഭിച്ചു എന്ന് അദ്ദേഹം പറയുന്ന 2014 തന്നെയാണ് IS ഭീകരർ ഈ പറയുന്ന യസീദികളെ ആക്രമിച്ച് മലനിരകളിലേക്ക് ഓടിച്ചത്. അപ്പോൾ മുരുകയുഗത്തിൻ്റെ തുടക്കത്തിൽ പീഡനം ഏറ്റുവാങ്ങിയ ഒരു ജനതയാണ് യസീദികൾ. അപ്പോൾ മുരുകയുഗം വികസിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാവണം, അവർക്ക് സ്വസ്ഥത ഉണ്ടാവണം, അവർക്കൊരു രാജ്യം ഉണ്ടാവണം. ഇപ്പോൾ അവരാവശ്യപ്പെടുന്നത്, നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക്, കേരളീയർക്ക്, മുരുകനിൽ വിശ്വസിക്കുന്ന ആളുകളായ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവും. അവരാവശ്യപ്പെടുന്നത് ഞങ്ങൾക്കൊരു രാജ്യം വേണം. ആ രാജ്യത്തിൻ്റെ പേര് കാർത്തിക്സ്ഥാൻ എന്നാണ്. കാർത്തിക്സ്ഥാൻ, അല്ലെങ്കിൽ കുർദിസ്ഥാൻ, താജിക്കിസ്ഥാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് കാർത്തികേയൻ്റെ സ്ഥാനം, കാർത്തികേയൻ എന്ന് പറഞ്ഞ ഭഗവാൻ മുരുകനാണ്. കാർത്തിക്സ്ഥാൻ എന്ന പേരിൽ ഞങ്ങൾക്കൊരു രാജ്യം വേണം, മുരുകനാണ് ഞങ്ങളുടെ കൊടിയടയാളം എന്ന് പറഞ്ഞ് ആ ജനത മുന്നോട്ട് വരുന്നൊരു കാഴ്ചയുണ്ട്. ഏതായാലും ഈ മുരുകൻ വിശ്വാസികളായിട്ടുള്ള യസീദികൾ, യസീദ് അബ്നു മുത്തവിയ എന്ന് പറയുന്ന ഒരാളുടെ പരമ്പരയിൽപ്പെട്ടവരാണ് യസീദികൾ. അവരുടെ ഷേഖ് ആദി എന്ന് പറഞ്ഞൊരു പുണ്യാത്മാവ് അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഈ പറയുന്ന പോലെ പൗരാണികമായി ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ വിശ്വാസധാരയുമുള്ളവരാണ്. അപ്പോൾ നമ്മൾ ഈ കുമാരീഖണ്ഡം എന്നൊക്കെ പറയുന്നൊരു സങ്കല്പമുണ്ട്. മുരുകൻ്റെ രാജ്യമായിരുന്നു. ആ രാജ്യം എന്ന് പറയുന്ന ലോകത്ത് നമ്മളിന്ന് കാണുന്ന തമിഴ്നാടോ കേരളമോ ഇന്ത്യയോ മാത്രമല്ല, ലോകത്തിലെ എമ്പാടും വ്യാപിച്ച് കിടന്ന ഒരു വിസ്തൃതമായ ഒരു സാമ്രാജ്യം. ഇപ്പോൾ 6 പടയ വീടുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്നത് തമിഴ്നാട്ടിലെ 6 ദേവാലയങ്ങൾ എന്നാണ്. ശരിക്കും അതിൻ്റെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈ മൺമറഞ്ഞു പോയ, ഇല്ലാതായി പോയ കുമാരീഖണ്ഡത്തിൻ്റെ 6 ഭാഗത്തുള്ള സേനാ പാളയങ്ങളായിരുന്നു ഈ 6 പടവീടുകൾ. അത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലായിരുന്നു.
അതിപ്പോൾ വന്നു പ്രതീകാത്മകമായി തമിഴ്നാട്ടിലെ 6 സ്ഥലങ്ങളായി മാറിയെന്നുള്ളൂ. മുരുകൻ്റെ ഒരു സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ലോകവ്യാപകമായി ഉണ്ടായിരുന്നൊരു സാമ്രാജ്യമാണ്. ആ ദേവസേനാധിപതി എന്ന നിലയിൽ ശിവൻ്റെ പുത്രനായ ഷൺമുഖൻ ലോകം ഭരിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു എന്നാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. ഹിന്ദു വിശ്വാസം അങ്ങനെയാണ്. അതിൻ്റെ തെളിവുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും, ആഫ്രിക്കയിൽ പോലും മുരുകനെ ആരാധിക്കുന്നവരുണ്ട്. അതും നമ്മുടെ രജിത് കുമാർ ഇവിടെ വന്നപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പഴയ വീഡിയോ വിശ്വാസികളുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ പോയി ഇദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ മലേഷ്യ, സിംഗപ്പൂർ, അവിടെയൊക്കെ നമ്മൾ വലിയ തോതിൽ അവിടുത്തെ ഏറ്റവും വലിയ വിഗ്രഹം മുരുകൻ്റെ വിഗ്രഹം. മലേഷ്യയിൽ വലിയ വിഗ്രഹമുണ്ട്. അപ്പോൾ മുരുകൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് തമിഴ്നാട് മാത്രമൊന്നുമല്ല, ലോകം മുഴുവൻ വ്യാപിച്ചു കിടന്നതാണ്. അപ്പോൾ 2014 മുരുകയുഗം ആരംഭിച്ച അതിൻ്റെ തുടക്കത്തിൽ ഈ യസീദികൾക്ക് വലിയ കൊടിയ പീഡനം ഉണ്ടായി. ചിതറിക്കിടന്ന ആളുകളെല്ലാം കൂടെ അവർ സിൻജാർ മേഖലയിലെ, ഇറാഖിലെ സിൻജാർ മലനിരകളിലേക്ക് മാറി. ഇപ്പോൾ അവിടെയാണ് അവർ താമസിക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ ഒന്നിനും പോകുന്നു, ഞങ്ങൾക്ക് ആരോടും വഴക്കില്ല, ലോകത്ത് ഞങ്ങൾക്ക് ആരോടും ശത്രുത, പക്ഷെ ഞങ്ങളെ കൊല്ലാനും തിന്നാനും നടക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ പേരൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ സ്വസ്ഥമായി വിടുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു രാജ്യം തന്നേക്കൂ, ഞങ്ങളവിടെ ആരോടും വഴക്കില്ലാതെ സമാധാനത്തോടെ ഞങ്ങൾ ജീവിച്ചേക്കാം. അവരെ കാണണം. നമുക്ക് പല നിഷ്കളങ്കരായ നല്ല ഭംഗിയുള്ള മനുഷ്യർ, അവരുടെ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ യസീദികൾ അങ്ങനെ ഒരു രാജ്യം സ്വപ്നം കാണുകയാണ്. ഐക്യരാഷ്ട്രസഭയിലൊക്കെ ഇവരുടെ യസീദികളുടെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഐക്യരാഷ്ട്രസഭയിലൊക്കെ ഇവരുടെ ശബ്ദം ഇനിയും വീണ്ടും ഉയരുകയും ഇവർ നിഷ്കളങ്കരായി ആർക്കും ദ്രോഹം ചെയ്യാത്ത ഈ മനുഷ്യർക്ക് ഒരു കുറച്ച് ഭൂമി സിറിയയിൽ നിന്നും തുർക്കിയിൽ നിന്നും ഇറാഖിൽ നിന്നും കിട്ടിയാൽ അവരവിടെ അവരുടെ കാര്യം നോക്കി മറ്റുള്ളവരുടെ പീഡനങ്ങളൊന്നും സഹിക്കാതെ ജീവിച്ചോളും എന്ന് തോന്നുന്നു. അവർക്കിപ്പോൾ കാർത്തിക്സ്ഥാൻ എന്ന് പറയുന്ന കാർത്തികേയൻ്റെ രാജ്യം അവിടെ വരാൻ പോവുകയാണ്. ഇന്ത്യ ഇതിനകത്ത് ഔദ്യോഗികമായി നിലപാടെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ ഭഗവാൻ നിശ്ചയിക്കുന്നതാണ്. കാർത്തിക്സ്ഥാനും വരുമായിരിക്കാം. ഏതായാലും നമ്മൾ ബലൂചിസ്ഥാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, സിന്ധു ദേശിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, പഷ്തൂണിസ്ഥാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ലോകത്ത് പുതിയ രാജ്യങ്ങൾ, പുതിയ ആ ജനതകളുടെ ആവശ്യമാണ്. ബലൂജികളുടെ ആവശ്യമാണ് ഞങ്ങൾക്കൊരു രാജ്യം വേണമെന്നുള്ളത്. സിന്ധു നിവാസികളുടെ ആവശ്യമാണ് ഞങ്ങൾ വേറെ സംസ്കൃതിയാണ്, ഞങ്ങൾക്ക് വേറൊരു രാജ്യം വേണമെന്നുള്ളത്. അതുപോലെയാണ് ഖൈബർ പഖ്തൂൺഖ മേഖലയിലെ ആളുകൾ പറയുന്നത് ഞങ്ങൾ പഷ്തൂണികളാണ്, ഞങ്ങൾ പാകിസ്ഥാനികളിൽ, അതുകൊണ്ട് ഞങ്ങൾ വേറെയാണ്, ഞങ്ങളുടെ പാട്ടിന് ജീവിക്കാൻ സമ്മതിക്കൂ എന്ന് പറയുകയാണ്. അതുകൊണ്ട് ലോകത്തൊരാളെപ്പോലും ഒരു എറുമ്പിനെ പോലും നുള്ളി നോവിച്ചിട്ടില്ലാത്ത ഒരു ജനതയാണ് യസീദികൾ. അവർ ഇരകൾ മാത്രമായിരുന്നു. അങ്ങനെയായിരുന്നു ജൂതന്മാരും. പക്ഷേ ജൂതന്മാരെന്ത് ചെയ്തു? സഹിച്ച് അവർ തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങി, പ്രതിരോധിക്കാൻ തുടങ്ങി. ഇപ്പോൾ അഭേദ്യമായ ഒരു ശക്തിയായി മാറി. കാരണം അമേരിക്കയുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ യസീദികൾക്ക് ആരുടെയും തുണയില്ല. അപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്കൊക്കെ യസീദിയെ സഹായിക്കാൻ പറ്റും. അവരുടെ ശബ്ദം ഐക്യരാഷ്ട്രസഭയിൽ ഉയരട്ടെ. പിന്നെ ഭഗവാൻ കാർത്തികേയൻ്റെ ജനങ്ങളാണ് യസീദികൾ. അതുകൊണ്ട് ഈ ദേവസേനാധിപതിയാണ്, ലോകത്തിൻ്റെ പടനായകനാണ്. അതുകൊണ്ട് മുരുകൻ അവർക്കൊരു രാജ്യം ഉണ്ടാക്കി കൊടുക്കുമെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസം നടക്കട്ടെ. ലോക ഭൂപടത്തിൽ കാർത്തിക്സ്ഥാനും ഉണ്ടായി വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.